आज और अभी कहते हैं सभी कि जाओ ना कहीं तुम आए तो अभी तुम वास्ते जां भी दूं मैं गवाह माँ भी दूं किस्मतों का लिखा मोड़ दूं बदले में मैं तेरे जो खुदा खुद भी दे जन्नते सच कहूँ छोड़ दूं तुमसे ज्यादा मैं ना जानूं तुमसे खुद को मैं पहचानूं तुमको बस मैं अपना मानूं माहिया तुमसे ज्यादा मैं ना जानूं तुमसे खुद को मैं पहचानूं तुमको बस मैं अपना मानूं माहिया वास्ते जा भी दूं मैं गवाह माँ भी दूं किस्मतों का लिखा मोड़ दूं नहीं है बाकी दिल में कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मिल मैं तेरे अलावा कोई भी ख्वाहिश नहीं है बाकी दिल में कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मिल എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിയിലും തന്നെ ആമേൻ നിന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരുമിൽ സ്തുതി ദൈവമേ നീ
പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ വരണമേ. അറിയുമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ ജീവന്റെയും ഉടയവന്റെയും അധിപതിയാകുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത പകൽക്കാലത്തിൽ ദൈവമേ അടിയങ്ങൾ ഒരുമിച്ച് നിന്റെ മക്കളുടെ ഭവനത്തിലേക്ക് കടന്നു തലകളെ വണക്കുന്നു. വിശേഷാൽ ദൈവമേ ലോകത്തിലേക്ക് അയച്ച ശ്ലീഹന്മാരുടെ സ്മരണ നിർവഹിക്കപ്പെടുന്ന ദിവസത്തിൽ ദൈവമേ ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കുവാൻ ലഭിച്ച കൃപകളെ ഓർത്തിനെ സ്തുതിക്കുന്നു, നാഥാ മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച കൃപകൾക്കും നന്മകൾക്കും അതിനെ സ്തുതിക്കുന്നു, നാഥാ മഹത്വപ്പെടുത്തുന്നു. ഏതെന്റെ പർദീസയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ആദമിന് തക്ക തുണയം നൽകിയവനായ ദൈവമായ കർത്താവേ, ദൈവമേ കുടുംബജീവിതത്തിന്റെ ആദിയും ക്രമീകരണവും നൽകുന്നവനായ ദൈവമേ, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നന്മകളെ പകർന്നു നൽകിയല്ലോ. വിശേഷാൽ ഈ ഭവനത്തെ ഇതിലെ നിവാസികളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹ നിശ്ചയത്തിനായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകളെ ഓർക്കുന്നു. ദൈവമേ നിന്റെ മകളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ അമ്മയുടെ ഉദരം മുതൽ ഇതുവരെയെല്ലാം കാത്തു പരിപാലിച്ച കൃപകൾക്കായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ വളർച്ചയിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിന്റെ ദാസിയെ അനുഗ്രഹിച്ച നന്മകൾക്കും കൃപകൾക്കുമായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ കൂടുതൽ ബലത്തിലും നന്മയിലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിന്റെ ദാസിയെ ഇടയാക്കണമേ. നൽകിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ ഒക്കെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹത്തോടും കരുതലോടും ദൈവമേ നിന്റെ ദാസിക്ക് അക്ഷരം നൽകിയ എല്ലാ ഗുരുക്കന്മാരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ നിന്റെ ദാസിയുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം കരുണ തോന്നണമേ. ദൈവമേ നിന്റെ ദാസരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവർക്ക് തക്കതായ പങ്കാളികളെ കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചവനായ കർത്താവേ, നിന്റെ മക്കളുടെ കുടുംബജീവിതത്തെ വാഴ്ത്തണമേ. വിശേഷാൽ നിന്റെ പ്രിയപ്പെട്ട മകൾ ദൈവമേ അനുഗ്രഹത്തോടു കൂടി ജീവിതത്തിന്റെ നന്മകളെ സ്വീകരിച്ച് ഇരു ഭവനങ്ങളും ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളെ പുൽകുവാൻ തക്കവണ്ണം യാത്രയാകുന്നു. ദൈവമേ യാത്ര അനുഗ്രഹത്തിൽ പര്യവസാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. പ്രിയപ്പെട്ട മകൾ അവളുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ നന്മകൾക്കും അതിനെ സ്തുതിക്കുന്നു. ദൈവമേ മകൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെ ഓർക്കുന്നു. ദൈവമേ സ്നേഹത്തിൽ ഒന്നിച്ചു ചേരുവാൻ തക്കവണ്ണമുള്ള കൃപാവരം നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. നന്മയിൽ നിന്റെ മക്കളെ അവിടുന്ന് ഒന്നിച്ച് ചേർക്കുമാറാകണമേ. ദൈവമേ വിശേഷാൽ നിന്റെ മകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്മകളെ പരിസേവിക്കുവാൻ തക്കവണ്ണം നിന്റെ മകളെ സംഗതിയാക്കണമേ. രണ്ട് കുടുംബങ്ങളും ഒന്നായി ചേർന്ന് നീതിയിലും നന്മയിലും വാഴുവാനും വസിക്കുവാനും തമ്പുരാനെ ഇടയാക്കണമേ. അടിയങ്ങളുടെ ബലഹീന തീരുമാനങ്ങളെ പൂർത്തീകരിക്കുന്നവനായ ദൈവമേ, സ്വർഗം ചായച്ചിറങ്ങി വന്ന ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് വാഴ്ത്തനുഗ്രഹിക്കണമേ. ദൈവമേ അടിയങ്ങൾ നടത്തുന്ന യാത്രകൾ എല്ലാ അനുഗ്രഹത്തിൽ പര്യവസാനിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ സംഗതിയാക്കണമേ. ഉചിതമായ തീരുമാനം വിവാഹ നിശ്ചയം എടുത്ത് ദൈവമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ. ഇരു കുടുംബങ്ങളെ വാഴ്ത്തണമേ. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരെ സ്നേഹിതരെയൊക്കെ അനുഗ്രഹിക്കണമേ. ദൈവമേ സൽക്കാര ശുശ്രൂഷകളിൽ അല്പമായോ അധികമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നന്മകളാൽ ഞങ്ങളെ ക്രമീകരിക്കണമേ. ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാ മക്കളും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ ഇസഹാക്കിന്റെ റിബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തീകരിച്ചവനായ തമ്പുരാനെ, നിന്റെ മക്കളുടെ വിവാഹ നിശ്ചയത്തെ അടിയങ്ങളുടെ ബലഹീന പ്രാർത്ഥനകളാൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമിടയാകണമേ. വാഴ്വുകളാൽ നടക്കണമേ. കൃപകളാൽ ദൈവമേ നിന്റെ മക്കളെ ശക്തി പകരണമേ. സകല വാങ്ങിപ്പോരെ സ്വർഗ്ഗീയർച്ചനവും പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രവും ഇടപെടാതെ കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം വിട്ടിരുന്നു. എന്നെ ഒന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ വിരോധിക്കരുത്. ദൈവമേ ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് വിളിക്കുന്നു. നല്ലവൻ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ടു. എന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകളുമാതാകുന്നമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധ ആവാസം തമ്പുരാനെ ഈ ഭവനത്തോടും
ഇതിൽ പാർക്കുന്ന എല്ലാ മക്കളോടും, വിശേഷാൽ വിവാഹ നിശ്ചയത്തിനായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകളോടും ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനോടും ദൈവമേ, ഇരു കുടുംബങ്ങളും ചേർന്നെടുക്കുന്ന തീരുമാനത്തിന്റെ പൂർത്തീകരണത്തോടും തുടർന്ന് നടക്കപ്പെടുവാനായി ബലഹീനരായ അടിയങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണത്തിന്റെ പൂർത്തീകരണത്തോടും നാഥ, ഇരുഭവനങ്ങളുടെ ഒന്നിച്ചു ചേർന്നുള്ള ജീവിതത്തോടും എന്റെ മക്കളുടെ കുടുംബ ജീവിതത്തോടും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സമസ്ത കാര്യങ്ങളോടും സകല പരേതയുടെ ആത്മാക്കളോടുകൂടി ഇന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കടന്നു വന്നിരിക്കുന്ന ഏവരെയും പ്രാർത്ഥനയോടെ ഈ വിവാഹ നിശ്ചയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. മണവാളന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഇരിപ്പിടം കിട്ടിയോ എന്നുള്ളത് ചുമതലപ്പെട്ടവരെന്ന് അറിയിച്ചാൽ ഉപകാരമായിരിക്കും. വിവാഹ നിശ്ചയത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം പ്രതിശ്രുത വധുവിന്റെ ഭാഗത്തു നിന്ന് ചുമതലപ്പെട്ടവർ ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നുവന്ന് അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം ഇപ്പോൾ പ്രതിശ്രുത വധുവിന്റെ കുടുംബത്തിൽ നിന്ന് കുടുംബാംഗം നമ്മെ അറിയിക്കുന്നു. ദൈവനാമത്തിൽ നോക്കുണ്ടായി തിരുവിളാകം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് കൂടി നടക്കുന്ന വെള്ളാട്ട് വടക്കേതിൽ എൻ്റെ സഹോദരൻ, അതായത് എൻ്റെ അളിയൻ ചാക്കോവർഗീസിൻ്റെയും ആലീസ് ചാക്കോയുടെയും മകൾ ആശ്ലി എസ് ചാക്കോയും തേവലക്കര മാർത്തമോണിയം ഓർത്തഡോക്സ് സഭയിൽ കൂടി നടക്കുന്ന കോവർ ലൈറ്റ് ഹൗസിൽ എ തോമസിൻ്റെയും റോസ് തോമസിൻ്റെയും മകൻ ബിബിൻ തോമസുമായുള്ള വിവാഹത്തിൻ്റെ പ്രാരംഭ നിശ്ചയത്തിനാണ് ഏവരെയും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
നമ്മെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് പ്രതിശ്രുത വധുവിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ആഷ്ലിയെയും ബിബിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇരു കുടുംബങ്ങൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സഹോദരങ്ങളോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിർവഹിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മെ ചുമതലപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. പ്രിയ ദൈവത്തിൻ്റെ വലിയ ദിനാംശം മാത്രം ഉണ്ടായിരിക്കട്ടെ. അന്ന് വൈദിക ശ്രേഷ്ഠ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ദൈവജനങ്ങളെ എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹമെന്നാണ്. എൻ്റെ പേര് രാജു. എന്നെ ഇവിടെ അച്ഛൻ വിളിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് വരൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാനാണ്. പിന്നെ ദേവനഗര മർത്തമറിയും ഓർത്തഡോക്സ് ചർച്ചാൻ മാറാവോ തീർത്ഥാടന കേന്ദ്ര ഇടവക അംഗവും എൻ്റെ ഇടയ സഹോദരനുമായ ലൈറ്റ് ഹൗസ് എ തോമസിൻ്റെയും റോസ് തോമസിൻ്റെയും മകൻ ബിബിൻ തോമസും നീർവിളാകം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവുമായ ശ്രീ ചാക്കോ വർഗീസിൻ്റെയും ആലീസ് ചാക്കോയുടെയും മകൾ ആഷ്ലി എസ് ചാക്കോയും തമ്മിലുള്ള വിവാഹം ദൈവഹിതമായാൽ വരന്റെ ഇടവക അംഗമായാൽ ഇടവകയായ ചേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് മാറാവോ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ജൂലൈ മാസം 8-ാം തീയതി പകൽ 11 മണിക്ക് നടത്തണമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. എല്ലാവർക്കും അന്ന ദിവസം അവിടത്തേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യട്ടെ. അതിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരണങ്ങളെ പറ്റി അറിയിച്ചത് ഇരു ഭവനങ്ങളും ചേർന്നെടുത്ത തീരുമാനം പൊതു അറിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ കൂടി നടക്കുന്ന നീർവിളാകം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ കുഴങ്ങാട്ട് വടക്കേതിൽ ശ്രീ ചാക്കോ വർഗീസിൻ്റെയും ശ്രീമതി ആലീസ് ചാക്കോയുടെയും മകൾ ആഷ്ലി എസ് ചാക്കോയും കൊല്ലം ഭദ്രാസനത്തിൽ ദേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സിറിയൻ ദേവാലയം മാറാവോ തീർത്ഥാടന കേന്ദ്രത്തിൽ കൂടി നടക്കുന്ന കോവൂർ ലൈറ്റ് ഹൗസിൽ ശ്രീ എ തോമസിൻ്റെയും ശ്രീമതി റോസ് തോമസിൻ്റെയും മകൻ ബിബിൻ തോമസുമായിട്ടുള്ള വിവാഹം ദൈവഹിതമായാൽ 2024 ആണ്ട് ജൂലൈ മാസം 8-ാം തീയതി പകൽ 11 മണിക്ക് ആ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ ഇരുഭവനങ്ങളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം സാധൂകരിക്കുവാൻ വേണ്ടി നിങ്ങൾ കൈയടിച്ച് നമുക്ക് ഈ തീരുമാനത്തെ ഇരു ഭവനങ്ങളുടെയും പിതാക്കന്മാരെ ചേർന്ന് ഇപ്പോൾ സ്നേഹപൂർവ്വം കുറി കൈമാറുന്നതാണ്. എല്ലാവരുടെ അനുവാദത്തോടുകൂടി നിങ്ങളുടെ അച്ഛൻ്റെ അനുവാദവും ബാക്കി എല്ലാവരുടെ അനുവാദത്തോടുകൂടി കുറി മാനിക്കോട്ടോ പറഞ്ഞു കാണിക്കോട്ടെ. എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്ക് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവപുരൻ പരിശുദ്ധൻ 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 വരികളിൽ സ്തുതി. ആരും വാഴ്ത്തപ്പെടുന്നതാകുന്നു വരികളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വളമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വളമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വളമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
ഈ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സത്യതാവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥന ജനപിതാവേ, നിലനിന്ന് പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരയണമേ, നിലവിട്ട മൃഗത്തിന് പല ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളെക്കാരോട് ക്ഷണിച്ചതുപോലെ ഞങ്ങളെങ്കിലും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, പിന്നെ നിന്നോട്ടോട് രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തി മഹത്വം എന്നേക്ക് നിങ്ങളുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നമ്മുടെ സമയത്തിൽ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ബാറക്കുമോ. അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ബലവും സങ്കേതവും അഭയം കോട്ടയുമായിരിക്കും ദൈവമായ കർത്താവേ, അനുഗ്രഹത്തിന്റെ പ്രഭാതത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം കാത്ത എല്ലാ നന്മകൾക്കായി മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഇരു ഭവനങ്ങളെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിന്റെ സുദിനമാകുന്നുവല്ലോ. ദൈവമേ, മനുഷ്യൻ കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൽഫലമായ ഏതെങ്കിലും പർദീസയിൽ കുടുംബത്തെ നട്ടു നനച്ചു വളർത്തി അതിന് വളവും വീര്യവും പകർന്ന് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഒന്നായി തീരുവാൻ തക്കതായ തുണകളെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ദൈവമേ, അപ്രകാരം കുടുംബജീവിതത്തിന്റെ മഹാത്മ്യത്തിലേക്ക് നാന്ദം കുറിക്കുവാനായി ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ഇരുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇന്നയോളം ചുരുങ്ങി കൊടുത്ത എല്ലാ നന്മയ്ക്കായി തന്നെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ള ഒരുമിച്ചുള്ള പ്രയാണം ദൈവമേ, നീയാകുന്ന വലിയ മഹത്വാനുഭവത്തെ സ്വീകരിക്കുവാനും ദൈവമേ, നിന്റെ പാതാരബന്ധങ്ങളിൽ അഭയപ്പെടുവാനും നിന്നിൽ അഭയപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ ഓരോ കണികകളെയും അവർ കോർത്തിണക്കുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൈതൽ പ്രായം മുതൽ ഈ നിമിഷം വരെയും അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊടുത്ത എല്ലാ നന്മയ്ക്കായി മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അവരുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ആശംസകൾ പ്രിയ മക്കളുടെ നന്മയ്ക്കായി ഭവിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എപ്രകാരമാണോ വേദത്തിലെ ഓരോ മാതാപിതാക്കളും മാതൃകാപരമായി നിലകൊണ്ടത്, അപ്രകാരം സന്തോഷത്തിന്റെ സുദിനങ്ങളിലും സന്താപത്തിന്റെ ഇടനാഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ഇരു മക്കളുടെയും ജീവിതം ഒരുപോലെ കൈകോർത്ത് പിടിച്ച് ജീവിതത്തിന്റെ ഏതവസ്ഥകളെയും അതിജീവിക്കുവാനുള്ള ബലവും വിവേകവും പരിജ്ഞാനവും അവർക്ക് ലഭ്യമാകത്തക്ക നിലയിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക ഇന്നത്തെ നിശ്ചയം ദൈവമേ, തീരുമാനമെടുത്തതുപോലെ നിന്റെ സന്നിധിയിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈവാഹിക ജീവിതത്തിലൂടെ മാതൃകാപരമായ പ്രകാശമുള്ള പ്രകാശഗോപുരങ്ങളായി പരിണമിച്ച് അനേകരുടെ ഇടങ്ങളിലേക്ക് പ്രകാശമെത്തിക്കുന്ന ദീപസ്തംഭങ്ങളായി പരിണമിക്കുവാൻ അവർക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം കണ്ട് അനേകർ സാക്ഷിക്കുവാൻ ഇത് ദൈവികമായ കുടുംബമെന്ന് സാക്ഷിക്കത്തക്ക നിലയിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടയാകണമേ. വിവാഹ നാളുകളിലേക്കുള്ള ഒരുക്കങ്ങൾ ദൈവമേ, ഇത് മാനസികമായും ആത്മീയമായും ശാരീരികമായും ഒക്കെ അവർ ഏറെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹപൂർണ്ണമായി തീരുമാനം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദ്യശ്രേഷ്ഠരുടെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശീർവാദം പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് കൂടുതൽ ഊർജ്ജം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞുകൊള്ളണം. പ്രത്യേക യാത്രയിലൊക്കെ സഹചാരിയെ കൂടെ നിലകൊള്ളണം. ദൈവമേ, എല്ലാം നിന്റെ കൃപയിലും കരുണയിലും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കനാവിലെ കല്യാണ വിരുന്നിൽ വീര്യമുള്ള ആ വീഞ്ഞിനെ പോലെ ഇവരുടെ ജീവിതത്തിൽ സ്നേഹമാകുന്ന വീഞ്ഞ് നുരഞ്ഞ് പൊങ്ങുവാൻ സദാ ഇടയാകണമേ. കൃപാസനത്താൽ തുണയ്ക്കണം. വാങ്ങിപ്പോയിരിക്കുന്നവർ സദാ മധ്യസ്ഥരാകണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മതവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ പേരും വിശേഷിയായി ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ മക്കളുടെ പേരും ഇവരുടെ വിവാഹ ജീവിതത്തിന്മേലും ഇതിൽ സംബന്ധിക്കുന്ന എന്ന എല്ലാവരുടെ പേരും ഇവരുടെ മാതാപിതാക്കളുടെ പേരും ഇപ്പോൾ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. മറ്റൊരു സന്തോഷം കൂടി പങ്കുവെച്ച് ഈ സന്ദർഭത്തെ ദൈവത്തിരുനാമത്തിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രതിശ്രുത വധുവിന്റെ ആഷ്ലിയുടെ അജുവിന്റെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട
ഞങ്ങൾ സജി എന്ന് വിളിക്കുന്ന ചാക്കോ വർഗീസും ആലീസ് ചാക്കോയും കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിവാഹ വാർഷികം കൂടിയാണ് ഇന്ന്. 3 പതിറ്റാണ്ടുകൾക്കപ്പുറമായി ഏറ്റവും അനുഗ്രഹത്തോടു കൂടി അവരുടെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം നന്മയിൽ പരിരസിക്കുന്നു എന്നുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇപ്പോൾ ജീവിതത്തിന്റെ 3 പതിറ്റാണ്ടുകൾക്കപ്പുറം നന്മയിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട സൈച്ചാനും ആലീസ് മാമി സ്റ്റേജിലേക്ക് കടന്നു വരുന്നതിനുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. दिल मेरा की करा मेरी बात माने ना कितना तेनू चाहे तेनू आए मेरी याद ना कहना तेनू कहना एक तू ही बस प्यार है मेरा कोई नहीं तेरे पहले कोई होना तेरे बाद ना अखियां ले जाए मेरी जान ओ सोनी सोनी मुझको बचाए तेरी हाँ गल मेरी मान जा तू मेरी बन जा मिट्टी मिट्टी निंदरा दा ख्वाब है तू है मेरा क्या कसूर तू देंदी है सुकून जो तेरे ना ऐसी वो शराब है तू गल मेरी मन जा तू मेरी बन जा कि मिट्टी मिट्टी निंदरा दा ख्वाब है तू है मेरा क्या कसूर तू देंदी है सुकून
देखा तेनू पहली बार वे, होने लगा दिल बेकरार वे। रब्बा मैनू की हो गया, दिल जानिए मैं तेरा ही हो गया। हो तेरे अगे पिछे घूमे सोहणिया, जदों तेरे हथ चुमे सोहणिया। मिठा मिठा जी हो गया, दिल जानिए हाय मैनू की हो गया। मैं दिल तेरे कदमां च रखा ढोलना, मैं तेरे अगे अखियां ना चक्का ढोलना। जे तेरे रब विचों तकना पए ते फिर मैं तेनू ही तक्का ढोलना। तू जदों तेरी जुल्फां नू खोलिया, मेरे कोलों गया नहीं जे बोलिया। मेरी तू कमी हो गया, दिल जानिए ऐ मैनू की हो गया। जहाँ तेरे पैर पड़े वहाँ वहाँ नजारे हैं, वहाँ नजारे हैं। तू मेरा चंद्रमा और हम तेरे तारे हैं, और हम तेरे तारे। ओ जहाँ जहाँ तेरे पैर पड़े वहाँ वहाँ नजारे हैं। तू मेरा चंद्रमा और हम तेरे तारे हैं। तारे हैं तारे तेरी आंखों के तारे, मारे हैं मारे तेरी बातों के मारे। ओ तेनू वेख बदला ने रंग बदले, उठदे परिंदियां ने रंग बदले। ते जन सोचे मैं की बदला, ओ यारा तेरे करके मलंग बदले। ओ जादू है रे जादू तेरी बातों में, सुनी सुनी काली काली रातों में तू रोशनी हो गया। दिल जानिए ऐ मैनू की हो गया।